അപ്പോൾ ലോകസഭകളിൽ പഠിപ്പിച്ചതായ അതേ വിശ്വാസം തന്നെയാണ് ഈ മോർ ഈവാനിയോസ് ഹിദായത്തുള്ള ഈ മലങ്കര സഭയിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ അദ്ദേഹം എന്ത് ചെയ്തത്, പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവരൊക്കെ എവിടെ നിന്ന് വന്നവരാണ്? അന്തോക്യ സിംഹാസനത്തിൽ നിന്ന് ഈ മലങ്കര സഭയിലേക്ക് എഴുന്നള്ളി വന്നതായ പിതാക്കന്മാരാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കണം. അദ്ദേഹം ഈവാനിയോസ് മെത്രാപ്പോലീത്ത സ്ഥാപിക്കപ്പെട്ട ഒരു പള്ളിയാണ് റാക്കാട് പള്ളി എന്ന് നിങ്ങൾക്ക് അറിയാം. റാക്കാട് നേർച്ചപ്പള്ളി എന്നാണ് അതിനെന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അദ്ദേഹം കാടുകളിൽ കൂടെ കടന്നു വരുന്നതായ സന്ദർഭത്ത് എത്തിച്ചേരേണ്ടതായ സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നാൽ ദൈവമാതാവിന്റെ നാമത്തിൽ ഒരു പള്ളി ഞാൻ എന്ത് ചെയ്യാം, പണിയാമെന്നുള്ളതായ നേർച്ച, ആ നേർച്ചയിൽ അദ്ദേഹം പണിതെടുത്തതായ ഒരു പള്ളിയാണ് റാക്കാട് എന്ന് കാണുന്നതായ നേർച്ചപ്പള്ളി എന്ന് പറയുന്നതായ പള്ളി. ഈവാനിയോസ് മൂന്നാമത്തെ മർദ്ദമായി വാഴിച്ചു, അദ്ദേഹം നാലാമത്തെ മർദ്ദമായി വാഴിച്ചു. ആ കാലഘട്ടം നമുക്ക് വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളയാണ്. 1693 ചിങ്ങം 3-ാം തീയതിയാണ് അദ്ദേഹം മുളന്തുരുത്തിയിൽ വെച്ച് കാലം ചെയ്തു, അവിടെ കബറടക്കി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗോള സഭയിൽ പല മെത്രാപ്പോലീത്തന്മാരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇതിൽ രണ്ട് തരത്തിലുള്ളതായ മെത്രാപ്പോലീത്തന്മാരുണ്ടായിരുന്നു. ഒന്ന് യാക്കോബായ വിശ്വാസം പഠിപ്പിക്കുന്ന മെത്രാപ്പോലീത്തന്മാരുണ്ടായിരുന്നു, നെസ്തോറിയൻ വിശ്വാസം പഠിപ്പിക്കുന്നതായ മെത്രാപ്പോലീത്തന്മാരുണ്ടായിരുന്നു. അങ്ങനെ 1708 ഒരു നെസ്തോറിയൻ മെത്രാപ്പോലീത്ത ഗബ്രിയേൽ എന്ന് പറഞ്ഞതായ ഒരു മെത്രാപ്പോലീത്ത ഇവിടെ മലങ്കര സഭയിൽ വന്നതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ മലങ്കര സഭയിൽ ഈവാനിയോസിന്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ പൗരോഹിത്യം, അതായത് എപ്പിസ്കോപ്പന്മാർ ഇല്ലാത്തതായ ഒരു അവസ്ഥ വീണ്ടും ഈ മലങ്കര സഭയ്ക്കുണ്ടായി. ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ 4-ാം മർത്തോമ എന്ന് പറഞ്ഞതായ ഇവിടത്തെ നാട്ടുമെത്രാപ്പോലീത്ത വീണ്ടും അന്തോക്യയിലേക്കും അലക്സാണ്ട്രിയയിലേക്കും പലതരത്തിലുള്ളതായ കത്തുകൾ എന്ത് ചെയ്തു, അയച്ചിട്ടുണ്ട്. ഈ കത്തുകൾ, ചില കത്തുകൾ നമുക്കിപ്പോഴും ചരിത്ര രേഖകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കത്ത് കൊടുത്തു കഴിച്ചാൽ ചിലപ്പോൾ ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. ഇന്നത്തെ പോലെയുള്ളതായ ഒരു കത്തയക്കുന്നതായ ഇമെയിൽ അയക്കുന്നതായ സമ്പ്രദായമല്ല അന്നത്തെ കത്തയക്കുക എന്ന് പറയുന്നത്. ഇവിടുന്ന് ആരെങ്കിലും കൊച്ചിയിൽ നിന്ന് കപ്പലേറി അലക്സാണ്ട്രിയയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് ഈ കത്ത് എന്ത് ചെയ്യുന്നത്, കൊടുത്തേക്കുന്നത്. അവരങ്ങനെ കൈമാറിയാണ് ഇത് എത്തേണ്ടതായ സ്ഥലത്ത് ചിലപ്പോൾ എത്തും, ചിലത് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 4-ാം മർത്തോമ അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ 1751 3 മെത്രാപ്പോലീത്തന്മാർ ഈ സഭയിലേക്ക് വീണ്ടും കടന്നു വന്നു. അതിലൊന്നാണ് മോർ ബാസേലിയോസ് ശക്രുള മെത്രാപ്പോലീത്ത. അദ്ദേഹം കണ്ടനാട് കബറടങ്ങിയിരിക്കുന്നു. പിന്നീട് ഉരുശലേമിന്റെ മെത്രാപ്പോലീത്തയായിരുന്ന മോർ ഗീഗോറിയോസ്, പിന്നീട് മോർ ഈവാനിയോസ്. ഗീഗോറിയോസിനെ കബറടക്കിയിരിക്കുന്നത് മുളന്തുരുത്തി പള്ളി തെക്കു ഭാഗത്താണ്. മോർ ഈവാനിയോസിനെ കബറടക്കിയിരിക്കുന്നത്, ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ പേരുകൾ എവിടെ കബറടക്കിയിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈവാനിയോസിനെ കബറടക്കിയിരിക്കുന്നത് ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിലാണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത്. ആ പള്ളി ഇപ്പോഴും മാർത്തോമ സഭയും ഓർത്തഡോക്സ് സഭയും ഒരുപോലെ ആരാധന നടത്തുന്ന മലങ്കര സഭയിലെ ഏക പള്ളി ഒരു പള്ളി അത് മാത്രമാണ്. ഒരുപോലെ മാർത്തോമ സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും ഈ പള്ളി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ 4-ാം മർത്തോമയുടെ കാലഘട്ടത്താണ് ഈ കത്ത് അയച്ചതെങ്കിലും 5-ാം മർത്തോമയുടെ കാലഘട്ടത്താണ് ഇവർ എന്ത് ചെയ്തത്, കടന്നു വന്നത്. ഇവർ ഇവിടെ കടന്നു വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായത്, ഇവർക്ക് ഉള്ളതായ കപ്പൽ കൂലി കൊടുക്കുവാനായിട്ട് അന്നത്തെ 5-ാം മെത്രാപ്പോലീത്ത വിമുഖത കാണിച്ചു. എന്ന് പറഞ്ഞാൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ലന്ത കമ്പനിക്കാർക്ക് എന്ത് കൊടുത്തില്ല, കപ്പൽ കൂലി കൊടുത്തില്ല. അതിന്റെ പുറത്ത് ആ ഒരു സംഭവത്തിൽ 5-ാം മർത്തോമായും ഈ ബാസേലിയോസ് ശക്രുള ബാവായും തമ്മിൽ ഒരു ചെറിയൊരു പിണക്കം ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
ഏകദേശം 1.5 കൊല്ലക്കാലം ഈ ശക്രള ബാവായെ ലന്ത കമ്പനിക്കാർ മട്ടാഞ്ചേരിയിലുള്ളതായ ഒരു തടവറയിൽ അദ്ദേഹത്തെ വീട്ടു തടവിങ്കൽ ആക്കി എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സമയത്താണ് കുന്നംകുളത്തുള്ളതായ സുറിയാനി ക്രിസ്ത്യാനികൾ ഈ ലന്ത കമ്പനിക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ അവിടുന്ന് മോചിപ്പിച്ച് അവിടെ കുന്നംകുളത്തുള്ളതായ ചിർളയം പള്ളി എന്ന് പറഞ്ഞതായ ഒരു പള്ളിയിൽ കൊണ്ട് താമസിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാലും ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ മലങ്കര സഭയിൽ തന്നെയുള്ളതായ ഇവിടുത്തെ 5ാം മാർത്തോമാ മെത്രാപ്പൊലീത്തായും വിദേശത്തുനിന്ന് വന്നതായ കാതോലിക്കായും തമ്മിൽ ചെറിയൊരു പിണക്കം അക്കാലം മുതൽ ഈ മലങ്കര സഭയിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇദ്ദേഹത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായിട്ട് എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തുവാനായിട്ട് പലപ്പോഴും 5ാം മാർത്തോമാ ബസേലിയോസ് ബാവായോട് അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല. അദ്ദേഹം ബസേലിയോസ് ബാവ ശക്രള ബാവ 1764 തുലാം 9-ാം തീയതി ഒക്ടോബർ 22-ാം തീയതി കാലം ചെയ്തു. അദ്ദേഹം കാലം ചെയ്തത് മട്ടാഞ്ചേരി പള്ളിയിൽ വെച്ചാണ് കാലം ചെയ്തത്. മട്ടാഞ്ചേരി പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശവശരീരം വള്ളത്തിൽ കയറ്റി കണ്ടനാട് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അവിടെ എന്ത് ചെയ്തു? കബറടക്കി എന്നാണ് പറയപ്പെടുന്നത്. 1770 ഇടവം 29-ാം തീയതി മോർ ഗീഗോറിയോസും മോർ ഈവാനിയോസും കൂടി 6-ാം മാർത്തോമായെ ദിവന്നാസിയോസ് വലിയ മെത്രാപ്പൊലീത്ത എന്ന പേരിൽ വാഴിച്ചതായിട്ട് നമുക്ക് സഭാചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഈ സമയത്തുണ്ടായതായ മലങ്കര സഭയിൽ ഒരു പിളർപ്പുണ്ടായി. ഈ പിളർപ്പാണ് തൊഴിയൂർ സഭ എന്ന് പറഞ്ഞതായ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ. ഈ സഭയിലെ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിൽക്കെ തന്നെ മറ്റൊരു സഭയായിട്ട് അവർ മാറ്റപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം മുളന്തിരുത്തിയിലുള്ളതായ കാട്ടുമങ്ങാട് എബ്രഹാം എന്ന് പറഞ്ഞതായ ഒരു റമ്പാച്ചനാണ്. ഇദ്ദേഹത്തെ മലങ്കര സഭ അറിയാതെ മെത്രാപ്പൊലീത്തയായിട്ട് ഈ മോർ ഗീഗോറിയോസ് വാഴിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ ഒരു തർക്കത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഈ വാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇങ്ങനെ മലങ്കര സഭ അറിയാതെ ഒരു വാഴ്ച നടന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ചോദിക്കുവാനായിട്ട് കണ്ടനാട് പള്ളിയിൽ വെച്ച് ഒരു പൊതുയോഗം കൂടി. മലങ്കര സഭ അടങ്ങുന്നതായ ഒരു അസോസിയേഷൻ അന്ന് അവിടെ വിളിക്കപ്പെട്ടു. ഈ അസോസിയേഷനിൽ വെച്ച് ഇദ്ദേഹത്തെ കൊച്ചി, തിരുവിതാംകൂർ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തിറക്കണമെന്ന്, അല്ലെങ്കിൽ രാജാധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ഈ കൊച്ചി ഭരണാധികാരിയുടെയും കൊച്ചി രാജാവിന്റെയും തിരുവിതാംകൂർ രാജാവിന്റെയും മുമ്പിൽ അപേക്ഷ സമർപ്പിക്കുകയും അദ്ദേഹം കൊച്ചി, തിരുവിതാംകൂർ സംസ്ഥാനങ്ങളിൽ നിന്ന് വിട്ട് മലബാർ എന്ന് പറഞ്ഞതായ സീമ എന്നാണ് പുറത്തുനിന്ന് അർത്ഥമുള്ളൂ, മലബാർ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. അതാണ് തൊഴിയൂർ എന്ന് പറഞ്ഞതായ കുന്നംകുളത്തിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറമുള്ളതായ ഒരു സ്ഥലമാണ് തൊഴിയൂർ എന്ന് പറഞ്ഞതായ ഒരു സ്ഥലം. അഞ്ഞൂരെന്ന് അതിനെ മറ്റൊരു പേര് കൂടി അതിനെ പറയപ്പെടുന്നുണ്ട്. അവിടെ കടന്നു ചെല്ലുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും അവിടെ ഒരു ആസ്ഥാന ദേവാലയം ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെ ഈ വിഷ ചികിത്സ, കണ്ണ് സുഖപ്പെടുത്തുക എന്നുള്ളതായ ചികിത്സാ രീതികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടും വളരെയധികം ആളുകൾ അവിടെ പോകുകയും ആ സഭയിൽ ചേരുകയും ചെയ്തുവെന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. 6-ാം മാർത്തോമായുടെ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ വിസ്തൃതിയുള്ളതായ കാലഘട്ടമാണ്. 6-ാം മാർത്തോമായെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ താടി അദ്ദേഹത്തിന്റെ മുട്ടുവരെ എത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഏതെങ്കിലും കോണിപ്പടികളൊക്കെ മുകളിലേക്ക് കയറുമ്പോൾ ഈ താടി തട്ടി പലപ്പോഴും അദ്ദേഹം വീണിട്ടുണ്ട് എന്നാണ് ഞാൻ ഇത് പറഞ്ഞു മാത്രം സഭാചരിത്രം പഠിക്കുമ്പോൾ ഉള്ളതായ ചില സംഗതികളാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് ഈ മലങ്കര സഭയിൽ ഉണ്ടായതായ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ബൈബിൾ മലയാള ഭാഷയിലേക്ക്
വിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ആ വിവർത്തനം ചെയ്തത് കായംകുളം ഫിലിപ്പോസ് റമ്പാൻ, പുലിക്കോട്ടിൽ ഉട്ടൂപ്രമ്പാൻ എന്ന് പറഞ്ഞതായ രണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരാണ് ഈ മലങ്കര സഭയിൽ സുറിയാനിയിൽ നിന്ന് 4 പുസ്തകങ്ങൾ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷങ്ങൾ മലങ്കര സഭയിലേക്ക് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും അത് ബോംബെയിലുള്ളതായ കുറിയർ പ്രസ് എന്ന് പറഞ്ഞതായ പ്രസിൽ അച്ചടിക്കുകയും ചെയ്തു. മലങ്കര സഭയിലുള്ളതായ എല്ലാ പള്ളികൾക്കും അത് ഫ്രീ ഡിസ്ട്രിബ്യൂഷനായിട്ട് ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് ലഭിച്ചത് 1811 അത് അച്ചടിച്ച് മലങ്കര സഭയിലുള്ളതായ എല്ലാ പള്ളികളിലേക്കും അത് കൊടുത്തത്. അത് ചെയ്യുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ഇവിടെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന മൺറോ എന്ന് പറഞ്ഞതായ സാഹിബിന്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വമാണ് അത് ചെയ്യുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനു വേണ്ടിയുള്ളതായ ചിലവുകളൊക്കെ ആ ബ്രിട്ടീഷ് റെസിഡൻസിൽ നിന്നും അദ്ദേഹം വാങ്ങിച്ച് ഈ കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചനെയും പുലിക്കോട്ടിൽ ഉട്ടൂപ്രമ്പാനെയും അതിന്റെ അച്ചുകൾ ഉണ്ടാക്കുവാനായിട്ട് കണ്ടനാടുകാരൻ കൊച്ചിട്ടി എന്ന് പറഞ്ഞതായ ഒരു വ്യക്തിയെയും അദ്ദേഹം പൈസ കൊടുത്ത് അതിനുവേണ്ടി നിയോഗിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ മലങ്കര സഭയിൽ അന്ന് വരെയും സുറിയാനി ഭാഷ അപ്പപ്പോൾ തർജ്ജമ ചെയ്ത് വായിക്കുന്നതായ രീതിയിൽ നിന്ന് മലയാളത്തിൽ മറ്റുള്ളവർക്ക് കാണാവുകയും വായിക്കുകയും ചെയ്യുന്നതായ പഴയ മലയാള ഭാഷയിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായത് 10,500 രൂപ, അതായത് 3000 പൂവാലൻ രൂപ ഈ ബ്രിട്ടീഷ് റെസിഡൻസിൽ 6-ാം മർത്തോമയുടെ കാലഘട്ടത്ത് വട്ടിക്ക് ഇട്ടു. വട്ടിക്കിടാന്ന് മനസ്സിലായില്ലേ? പലിശയ്ക്ക് ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇത് മുതലാണ് വട്ടിപ്പണ കേസ് എന്ന് പറഞ്ഞതായ സംഭവം എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അത് സമുദായത്തിന്റെ പൊതുമുതലായിട്ട് അക്കാലഘട്ടം മുതൽ ഇത് ബ്രിട്ടീഷ് റെസിഡൻസിൽ പലിശയ്ക്ക് ഇട്ടതായ ഒരു പൈസയാണ്. പിന്നീട് വട്ടിപ്പണ കേസ് എന്ന് പറയുന്നതായ പ്രമാദമായ കേസിൽ ഇതിന്റെ പലിശ ആര് വാങ്ങിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഒരു തർക്കം നിലനിൽക്കുകയും പിന്നീട് അത് ഇക്കാലഘട്ടം വരെയും ആ വട്ടിപ്പണ കേസിന്റെ എന്താ പറയാ കേസുകൾ ഈ 2017 വരെ അത് പരാമർശിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഒരു ചരിത്ര സംഭവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു സംഭവം, 6-ാം മർത്തോമയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം, റോമാ സഭയുമായിട്ടൊരു ചേരലിനെ ഒരു ആക്കം 6-ാം മർത്തോമ നടത്തി എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയായ പുത്തൻകാവ് പള്ളി പണിയിക്കുവാനായിട്ട് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മുതലാളിയായിരുന്നു തച്ചിൽ മാത്യു തരകൻ എന്ന് പറഞ്ഞതായ ഒരു മുതലാളി. അദ്ദേഹം തെക്ക് ഭാഗത്ത് വളരെ ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ 6-ാം മർത്തോമ കുറെ പണം ഈ പുത്തൻകാവ് പള്ളി പണിയിപ്പിക്കുന്നു. പുത്തൻകാവ് പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളത് പോയി കാണുന്ന പള്ളിയാണ്. ഒരു ഭീമാകാരമായ പള്ളിയാണ്. അതിന്റെ പണികൾ കണ്ടാൽ ഇന്ന് കേരളത്തിലുള്ളതായ പള്ളികളുടെ നിർമ്മാണമൊക്കെ ചെറുതായിട്ട് തന്നെ നമുക്ക് തോന്നുകയുള്ളൂ. അത്രയും ഭീമാകാരമായ വലിയ പള്ളിയാണ് ആ പള്ളി. ആ പള്ളി പണിയുന്നതിന് വേണ്ടി ഈ റോമാ സഭയിൽപ്പെട്ടതായ ഈ മാത്യു തരകൻ എന്ന് പറഞ്ഞതായ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കുറെ പണം ഇദ്ദേഹം വാങ്ങിയിരുന്നെന്നും അദ്ദേഹത്തിന് രാജ കുടുംബങ്ങളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധോ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും 6-ാം മർത്തോമായെ റോമാ സഭയുമായിട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം 1808 മീനം 25-ാം തീയതി പുത്തൻകാവ് പള്ളിയിൽ വെച്ച് കാലം ചെയ്തു. അവിടെ ഖബറടങ്ങി.
ഇങ്ങനെ പകലോമറ്റം തറവാട്ടിലുള്ളതായ മെത്രാപ്പൊലീത്താമാരുടെ വാഴ്ച അവിടെ നിൽക്കുകയാണ്. ഈ ഒന്നാം മർത്തോമ മുതൽ ആറാം മർത്തോമ വരെ, ആറാം മർത്തോമ കഴിഞ്ഞ് 7, 8, 9 മർത്തോമമാരുണ്ടായിട്ടുണ്ടെങ്കിലും 7, 8, 9 മെത്രാപ്പൊലീത്തന്മാർക്ക് മലങ്കര സഭയിൽ വലിയ പ്രാതിനിധ്യമോ അധികാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പകലോമറ്റം തറവാട്ടിലുള്ളതായ മെത്രാൻ വാഴ്ച ആ ആറാം മർത്തോമയുടെ കാലം വരെയോടുകൂടി അവസാനിക്കുകയാണ്. പിന്നീട് വന്നതായ ഒരു മെത്രാപ്പൊലീത്തയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ബൈബിൾ തർജ്ജമ ചെയ്തതായ പുലിക്കോട്ടിൽ കുട്ടൂപ്പുറമ്പാൻ. അദ്ദേഹം കുന്നംകുളം സ്വദേശിയായിരുന്നു. അദ്ദേഹം ആർത്താറ്റ് പള്ളി വികാരിയായിരുന്നു. പ്രഗത്ഭനായ ഒരു സുറിയാനി പണ്ഡിതനും ആറാം മർത്തോമായുടെ ഉപദേഷ്ടാക്കന്മാരിൽ ഒന്നാമത്തെ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. കണ്ടനാട് വെച്ച് കൂടിയതായ ഒരു പടിയോല നിശ്ചയത്തിൽ പ്രധാനപ്പെട്ട ഒരു നിശ്ചയമായിരുന്നു ഷെമ്മാശന്മാർക്ക് വേണ്ടി ഒരു പടുത്ത വീട് ഉണ്ടാകണം. പടുത്ത വീട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സെമിനാരി ഉണ്ടാക്കണമെന്ന്. ഈ കാര്യത്തിൽ ആറാം മർത്തോമ പലതരത്തിലുള്ളതായ അലംഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ തമ്മിൽ ഉള്ളിൽ അത്ര വലിയ സുഖത്തിലായിരുന്നില്ല. ഭരണകാര്യങ്ങളിൽ പലതരത്തിലുള്ളതായ എതിർപ്പുകളും ഈ കായംകുളം ഫിലിപ്പോസ് റമ്പാനും കുട്ടൂപ്പ് റമ്പാനും കൂടി ആറാം മർത്തോമയോട് കാണിച്ചിരുന്നു. ആറാം മർത്തോമയുടെ കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഇതിനു വേണ്ടിയുള്ളതായ പരിശ്രമങ്ങൾ നടത്തി. അങ്ങനെ 1813 കോട്ടയം പഴയ സെമിനാരി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. 1815 മാർച്ച് മാസം മുതൽ കോട്ടയം പഴയ സെമിനാരിയിൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചു. മലങ്കര സഭയിൽ ഇവിടെ കടന്നു വന്നിട്ടുള്ളതായ പോർച്ചുഗീസ് മിഷണറിമാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ വന്നിട്ടുണ്ട്. ഈ ഇംഗ്ലീഷുകാരുടെ സഹായത്തോടുകൂടി ഈ പുലിക്കോട്ടിൽ കുട്ടൂപ്പുറമ്പാൻ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഔദ്യോഗികമായിട്ട് ഒരു പള്ളിക്കൂടത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സമയത്ത് ഈ വട്ടിപ്പണത്തിന്റെ പലിശ വാങ്ങിക്കുവാനുള്ള സമയമായി. അത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതായ ഒരു നിശ്ചയം ഉണ്ടാകണമെന്നുള്ള തീരുമാനം അന്നത്തെ ബ്രിട്ടീഷ് റെസിഡൻസ് അറിയിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ വട്ടിപ്പണം ഈ കോട്ടയം പഴയ സെമിനാരി സ്ഥാപിക്കുന്നതായ സമയത്ത് അതിനുവേണ്ടിയുള്ളതായ പണം തന്നു കഴിഞ്ഞാൽ അത് സ്ഥാപിക്കാമെന്ന് ഈ കുട്ടൂപ്പുറമ്പാൻ ഈ മൺട്രോയോട് ഒരു നിർദ്ദേശം വയ്ക്കുകയും അദ്ദേഹം ആ വട്ടിപ്പണത്തിന്റെ പലിശ എടുത്ത് ഈ കുട്ടൂപ്പുറമ്പാനെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മദ്രാസ് ഗവൺമെന്റിന്റെ ഒരു വിധി വന്നു, ഇത് വാങ്ങിക്കുന്ന വ്യക്തി ഒരു മെത്രാപ്പൊലീത്ത ആയിരിക്കണം എന്ന്. അങ്ങനെ മെത്രാപ്പൊലീത്ത ആയിരിക്കണം എന്നുള്ളതായ ഒരു വിധി വന്നു കഴിഞ്ഞപ്പോൾ, ഇല്ല എങ്കിൽ ഈ പണം തിരികെ മദ്രാസ് ഗവൺമെന്റിന് തന്നെ തിരികെ കൊടുക്കണമെന്നാണ് ആ വിധിയിൽ വന്നത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ 1815 തൊഴിയൂർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ എബ്രഹാം കാട്ടുമങ്ങാട് തിരുമേനിയുടെ തലമുറക്കാരായി തൊഴിയൂർ സഭയിൽ മെത്രാപ്പൊലീത്തന്മാർ നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ളതായ ഒരു മെത്രാപ്പൊലീത്തായിൽ നിന്ന് പഴഞ്ഞിപ്പള്ളിയിൽ വെച്ച്, കുന്നംകുളത്തിന് അടുത്തുള്ളതായ ഒരു സ്ഥലമാണ്, പഴഞ്ഞിപ്പള്ളിയിൽ വെച്ച് ഈ പുലിക്കോട്ടിൽ കുട്ടൂപ്പുറമ്പാൻ മോർ ദിവന്നാസിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി എന്ന് സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ സമയത്ത് ഈ സഭയിൽ മെത്രാപ്പൊലീത്തന്മാർ ഉണ്ടായിരുന്നില്ല. ശക്രളാബാവയുടെ കാലഘട്ടം കഴിഞ്ഞ്, ഈവാനിയോസ് തിരുമേനിയുടെ കാലഘട്ടം കഴിഞ്ഞ് ചെങ്ങന്നൂർ ഗവർണറായിരിക്കുന്ന ഈവാനിയോസ് തിരുമേനിയുടെ കാലഘട്ടത്തിന് ശേഷം ഇവിടെ മെത്രാപ്പൊലീത്തന്മാർ ഇല്ലാതിരുന്നതായ കാലഘട്ടത്താണ് ഇപ്രകാരം മറ്റ് സഭയിൽ നിന്ന് ഒരു വാഴ്ചയ്ക്ക് വേണ്ടി മലങ്കര സഭ ആഗ്രഹിക്കുകയും ഈ വട്ടിപ്പണ കേസ് അതിന് പലിശ കിട്ടേണ്ടത് ഒരു മെത്രാപ്പൊലീത്തയ്ക്കാണ് എന്നുള്ളതായ മദ്രാസ് ഗവൺമെന്റിന്റെ വിധി അനുസരിച്ച് ഇദ്ദേഹം മെത്രാപ്പൊലീത്ത ആവുകയും ചെയ്തു.
ഇദ്ദേഹത്തിന് 1516 രാജകീയമായ വിളംബരം ലഭിച്ചു. ഇദ്ദേഹം മെത്രാപ്പൊലീത്തയായിട്ട് രാജകീയമായ വിളംബരം ലഭിച്ചു എന്ന്